ഇനി മറ്റേ നമ്മുടെ വോൾക്കനോസ്കി, നമ്മുടെ ഫവാസിന്റെ വോൾക്കനോസ്കി തിരിച്ചു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു കോർ മെമ്പറായ ഫവാസ് അണ്ണൻ അവറുകൾ ചേട്ടനാണ്, മൂത്ത ആളാണ്, 10 വയസ്സുണ്ടെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. അത് പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഫൈറ്ററാണ്. പുള്ളി പറയണ വോൾക്ക് തിരിച്ചു വരുന്നത് എനിക്കറിയാൻ പാടില്ല കാര്യം. ഞാൻ സത്യമായിട്ട് ഏത് വെർഷനും വോൾക്കാന്ന് എനിക്കറിയില്ല. 2 പ്രാവശ്യം ഉറങ്ങിയിട്ട് തന്നെ വോൾക്ക് ഏത് വോൾക്കാന്ന് എനിക്കറിയില്ല. പണ്ടത്തെ വോൾക്കാണെങ്കിൽ എല്ലാവർക്കും ഈസിയാണ്. ഗിച്ചു ഇസ്ലാമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വോൾക്കാണെങ്കിൽ ഈ ഫൈറ്റ് എല്ലാരും പിക്കാൻ പോണ ആരെയും എന്ന് പറഞ്ഞേ. സിമ്പിളായിട്ട് എല്ലാവരും മറ്റേ അനദർ ഒപ്പോണന്റ് ഫോർ വോൾക്കിന്റെ 1 കൊല്ലത്തെ 4 ഡിഫൻസിലെ ഒരു ഒപ്പോണന്റ്, ആ ഒരു മൂടെ എല്ലാരും പറയുന്നത്. നിങ്ങൾ പണ്ടൊരു ഫോട്ടോ കണ്ടിട്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടില്ല ചോദിച്ചു, ബിഫോർ ഡ്രഗ് ആൻഡ് ആഫ്റ്റർ ഡ്രഗ് അറസ്റ്റ് ചെയ്ത ഫോട്ടോ ഒരാളുടെ കുറഞ്ഞു തന്നെ. അതേപോലെ ഈ വോൾക്ക് പണ്ട് അത്ര അടിപൊളിയായിരുന്ന ആള് ഏറ്റവും അലമ്പ് ഫേസിൽ കൂടി കുറഞ്ഞു വന്നേക്കണേ. ഇപ്പൊ റിഹാബ് ചെയ്ത് ഏത് വെർഷനാണ് 4 മാസമായിട്ട് കുടിച്ചിട്ടില്ല, പാചകം മാത്രമുള്ളതാണ് പറയണ. ഫൈറ്റിലും പുള്ളി പാചകം ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പോഴത്തെ അനലൈസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ബേസിക് ഇപ്പൊ നമുക്കറിയാം. നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ നമുക്കുള്ളത്. ബേസിക്കലി ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ല, ബേസിക്കലി സ്ട്രൈക്കിംഗ്, റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ്. സ്ട്രൈക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വോൾക്ക്, ഇപ്പോഴും വോൾക്ക് ഈ വെർഷൻ ഓഫ് വോൾക്ക് ആണെങ്കിലും സ്ട്രൈക്കിംഗ് വോൾക്കാണ്. ലോപ്പസിന് അത്യാവശ്യം സ്ട്രൈക്കിംഗ് ഉണ്ട്. ഗിച്ചു നീ യോജിക്കണില്ലേ ആ പോയിന്റിനോട്? സ്ട്രൈക്കിംഗ് എന്തായാലും വോൾക്കാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാപ്ലിംഗ്, പ്യുവർ ഗ്രാപ്ലിംഗ് ലോപ്പസ് ആണ്. കാരണം ലോപ്പസ് കുറെ ജുജുത്സു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ വോൾക്കണ്ണന താഴിടാനുള്ള റെസ്ലിംഗ് ഒന്നും ലോപ്പസിനില്ല. വോൾക്കിനെ താഴിടാനുള്ള റെസ്ലിംഗ് ഒന്നും ലോപ്പസിനില്ല. അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നോക്കുമ്പോ എനിക്ക് തോന്നുന്ന സൈക്കിൾ മാച്ച് ആയിരിക്കും വോൾക്ക് ജയിക്കുമെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. യൂത്തിന് എപ്പോഴും യൂത്തിന്റെ വിലയുണ്ട്. ഡാമേജ് എടുത്തു വന്ന സാധനം ഒരു ഫൈറ്ററെ എഫക്ട് ചെയ്യും. അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ കൺഫ്യൂസിങ്. എനിക്ക് സത്യമായിട്ട് അറിയില്ല കിച്ചു ആരെ പിക്കണം. ഞാൻ നിന്റെ പറഞ്ഞിട്ട് ഞാൻ എന്റെ പറയാം. എനിക്ക് ഏർലി റൗണ്ട്സ് ഇപ്പൊ ഫൈറ്റ് ഇപ്പൊ 2 പേർക്കും പോണം. ഞാൻ 2 പേരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോ ഏർലി റൗണ്ടിൽ ഫിനിഷ് ചെയ്യാൻ, ഏർലി റൗണ്ടിൽ ലോപ്പസ് ഭയങ്കര സ്പീഡാണ്, നല്ല സ്പീഡാണ്. ഫസ്റ്റ് 2 റൗണ്ട് നല്ല സ്പീഡാണ്. അപ്പൊ ആ സമയത്ത് ഒരു ഫ്ലാഷ് കെയോ അങ്ങനത്തെ രീതിയിൽ ഒരു ലാൻഡ് ചെയ്ത് തീർക്കുക, ഓക്കെ. പക്ഷെ 3rd റൗണ്ട് കഴിയുമ്പോൾ ലോപ്പസ് ഒന്ന് ഫെയ്ഡായി വരും. ആ സമയം ആണ് ഈ വോൾക്കിന് അഡ്വാൻറ്റേജ്. വോൾക്ക് എന്ന് അറിയാല സ്ട്രൈക്ക് ചെയ്ത് മറ്റേ ഫെയിൻറ്റ് ചെയ്ത് ഫുള്ള് റീഡ് എടുത്തുകൊണ്ടിരിക്കും. പിന്നെ 2nd റൗണ്ട് 3rd റൗണ്ട് 4th റൗണ്ടൊക്കെ വെറുതെ ഡിസ്മാൻഡ്ലിംഗ് ആണ്. വെറുതെ ഇഷ്ടമുള്ള പോലെ പിക്കപ്പ് പാർട്ട് ചെയ്ത് നിങ്ങൾ കളയും. മാക്സിനെയൊക്കെ ചെയ്ത് കണ്ടിട്ട് നമ്മൾ വെറുതെ 3ാമത്തെ ഫൈറ്റൊക്കെ എന്താ കാണിച്ചു വിട്ട്. അപ്പൊ പാറ്റേൺസ് പഠിച്ച് അങ്ങോട്ട് തീർക്കാൻ വോൾക്ക് സെറ്റാണ്. അപ്പൊ ഫൈറ്റ് എത്രത്തോളം പോകും തോറും വോൾക്കിന് അഡ്വാൻറ്റേജ് ആകും. പിന്നെ താഴെ വീണിട്ട് ഒർട്ടേഗയ്ക്കും ഇസ്ലാമിനൊന്നും മര്യാദക്ക് ഒർട്ടേഗ സബ്മിറ്റ് ചെയ്യാൻ നോക്കി, 2 നല്ല കിഡിലെ സബ്മിറ്റ് ചെയ്യാൻ നോക്കി, അതിന് ടാപ്പ് ചെയ്തില്ല. ഇസ്ലാമിനും മര്യാദ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ താഴെ ചെന്നാലും ലോപ്പസ് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ. പക്ഷെ ലോപ്പസ് കുറെ സബ്മിഷൻ അറ്റംപ്റ്റ് നടത്തോട്ടാ. കാരണം ഇങ്ങനെ ഒരു കയ്യും കാലൊക്കെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ കയറി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സബ്മിഷൻ അറ്റംപ്റ്റ്സ് ചെയ്യാൻ നോക്കും ലോപ്പസ്. അത് കണ്ട് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും. ഡേഞ്ചർ പൊസിഷനിലോട്ടൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. ബോട്ടം പൊസിഷനിലോട്ടൊക്കെ വരും ചിലപ്പോൾ. അതിന് നല്ല ചാൻസ് ഉണ്ട്. എടാ പക്ഷെ എനിക്ക് നീ ഇപ്പോഴും ലോപ്പസിന് വോൾക്കിനെ ഇതിനു മുമ്പ് കെയോ ചെയ്ത ആൾക്കാർ ഇസ്ലാം ഫൈറ്റ് ഓക്കെ 2ാമത്തെ, പക്ഷെ അത് ഷോർട്ട് നോട്ടീസ് ഫൈറ്റ് ആയിരുന്നു. ലെക്കിക്കായിരുന്നു. ഇസ്ലാമിന്ന് ലെക്കിക്ക് ആരും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇലിയ ഹയസ്റ്റ് ലെവൽ ബോക്സർ. പക്ഷെ വോൾക്കിനെ കെയോ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആട്ടാ. കാരണം ആ ഒരു ലെവൽ സ്ട്രൈക്കിങ് ഞാൻ ഇപ്പോഴും ലോപ്പസിൽ കണ്ടിട്ടില്ല. സമ്മതിച്ച് സ്പീഡൊക്കെ ഉണ്ട്, പക്ഷെ വോൾക്കിനെ കെയോ ചെയ്യാനുള്ള സ്ട്രൈക്കിംഗ് നീ ലോപ്പസിൽ കണ്ടിട്ടുണ്ടാ? അതല്ല, അല്ലാണ്ട് ലോപ്പസ് ജയിക്കുന്നു തോന്നുന്നില്ല. അല്ലാണ്ട് ലോപ്പസ് ഈ 1-2 റൗണ്ടിൽ കെയോ അല്ലാണ്ട് വേറെ വഴി ഇല്ല ലോപ്പസിന്. എടാ അതാ പറഞ്ഞ നമ്മൾ ഈ വോൾക്കിനെ കാണുന്നത് ഇപ്പോഴും മാക്സ് ഹോളോവേയിട്ട് 3rd ഫൈറ്റ് പങ്കെടുത്ത വോൾക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരേ 35-36 വയസ്സ് കഴിഞ്ഞ UFC ആൾക്കാരുടെ പെർഫോമൻസ് ഡിക്ലൈൻ ചെയ്യും. 2 KO ചെയ്യുന്ന ഒരാൾ ഒരിക്കലും പഴയ ഇതിലോട്ട് വരൂല. ആ ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഓപ്പോസിന് ഒരു ചാൻസ് വന്നെ. മനസ്സിലായ എന്റെ പോയിന്റ് അതാണ്. പഴയ വോൾക്കിനെ വെച്ചാണ് നമ്മൾ ഇപ്പോഴും കൺസിഡർ ചെയ്യണം. പക്ഷെ അല്ലടാ 36-37 വയസ്സാകുമ്പോൾ ഒരാൾ ഡിക്ലൈൻ ആവും. അത് ഫാക്റ്റ് ആണ്, പ്രൂവൺ ആണ്. ഞാനിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണല്ല, നിങ്ങൾ ഒരാളുടെ കരിയർ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ സ്റ്റിൽ ഗോ വിത്ത് വോൾക്ക്. ഇതുപോലെ 1%. എനിക്ക് 60% വോൾക്കാണ്. എനിക്ക് പിന്നെ ഇതിന്റെ പുറകില് വേറൊരു മെന്റാലിറ്റി, ഒരു സൈക്കോളജിക്കൽ പാർട്ടും കൂടി ഉണ്ട്. കാരണം വോൾക്ക് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ.
ഈ സാധാരണ ഫൈറ്റേഴ്സ് ഒക്കെ ഫൈറ്റിങ് കഴിഞ്ഞാൽ പിന്നെ എന്ത്, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് അവർക്ക് എപ്പോഴും. അപ്പൊ ഈ 2 KO കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വോൾക്ക് ബ്രേക്ക് എടുത്തല്ല. അപ്പൊ ബ്രേക്ക് എടുത്തപ്പോ പുള്ളിക്ക് മനസ്സിലായിരുന്നു ഇപ്പൊ ഞാൻ ഫൈറ്റ് ചെയ്യണില്ലേലും എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ പുള്ളിക്കൊരു പ്ലാൻ കിട്ടി, അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പൊ പുള്ളി പറഞ്ഞു ഇനിയിപ്പോ ഫൈറ്റിങ് എനിക്ക് സുഖമായിട്ട് നോക്കാം, കാരണം എനിക്ക് ഫൈറ്റിങ് കഴിഞ്ഞിട്ടുള്ള പ്ലാൻ എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതൊരു മെന്റാലിറ്റി ബൂസ്റ്റർ ആണ് ചെറുതായിട്ട്. എടാ പക്ഷെ അതിനൊരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടായിച്ചു. ഇതിനെ ഞാൻ പറയും ഓൾറെഡി ഒരു കുഴി കാലിൽ നീട്ടിയിരിക്കണം എന്ന് പറയും. വയസ്സായ ആൾക്കാരെ പറയില്ലേ കുഴി കാലിലോട്ട് നീട്ടിയിരിക്കണം എന്ന്. ഹി ഓൾറെഡി ഹാസ് 1 foot ഔട്ട് ദ ഡോർ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായ? ഇപ്പൊ ആ ഒരു ഞാൻ വിചാരിക്കണ ഇങ്ങനെയാണ് വിചാരിച്ചത്, ഈ ഫൈറ്റ് തോറ്റ വോൾക്കിന്റെ കാര്യം കഴിഞ്ഞു. കാരണം ഇന്ന് മറ്റേ വോൾക്കിന്റെ ഫാൻ ഫൈസൽ പറയണ്ടേ ഈ ഫൈറ്റ് തോറ്റു കഴിഞ്ഞാൽ വോൾക്ക് കമന്ററി പോകും. പക്ഷെ വോൾക്കിന് ബാക്കപ്പ് ഉണ്ട്, കുക്കിംഗ് ചാനൽ ഹിറ്റാണ്, ജീവിതകാലം മൊത്തം ജീവിക്കാനുള്ള ഫൈറ്റ് കിട്ടും. പിന്നെ അനലൈസർ ആയിട്ട് അനലിസ്റ്റ് ആയിട്ട് വോൾക്കിന് ജീവിതകാലം മൊത്തം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഹീസ് ഫിനാൻഷ്യലി സെറ്റ് ഫോർ ലൈഫ്. ബട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഹങ്കർ, ഇപ്പൊ വോൾക്കാ പറഞ്ഞതിൽ ഒരു ഹങ്കർ എനിക്ക് ഫീൽ ചെയ്തില്ല. കിച്ചൻ ഇപ്പൊ നല്ല പോയിന്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ എനിക്കൊരു ഹങ്കർ ഫീൽ. ഇപ്പൊ ഐ വാണ്ട് ദിസ് സെക്കൻ ഫൈറ്റിൽ ഇസ്ലാമിന്റെ ഫൈറ്റിന് വന്ന വോൾക്കിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവൻ ജയിച്ചിരിക്കണമെന്നായിരുന്നു. ഇതിപ്പോ എനിക്ക് വേറെ ഇതുണ്ട്, തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഐ ഫീൽ ലൈക്ക് യു ഓൾറെഡി ഹാവ് 1 foot ഔട്ട് ദ വോൾ, ഈസ് നോട്ട് ഹംഗ്രി എനിമോർ എന്ന് എനിക്ക് തോന്നി കേട്ടോ സത്യം പറഞ്ഞ. ഇത് എല്ലാം 2 സൈഡും നമുക്ക് 2 രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യാം. എടാ പിക്ക് ചെയ്യണാരെന്ന് പറഞ്ഞ എനിക്ക് 60-40 വോൾക്ക്. ഓ അത്രയും കൊടുത്തല്ലേ? ഞാൻ 50 കൊടുത്തുള്ളൂ കേട്ടോ. എനിക്ക് നമ്മൾ റിഡംഷൻ ആർക്കൊന്നും കുറെ നാളായിട്ട് പറഞ്ഞു തുടങ്ങി, കാരണം ഇങ്ങനെയെങ്കിലൊക്കെ വോൾക്കൊന്നും ജയിക്കണം. എനിക്കൊരു ബാഡ് ഉണ്ട് ഗൈസ്. തോറ്റ വോൾക്ക് അനൗൺസ് ചെയ്യണ സമയത്ത് വോൾക്കിന്റെ മുഖത്തോട്ടൊന്നും നോക്കാൻ എനിക്ക് പറ്റൂല. കാരണം മനസ്സിലായ വോൾക്കിന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫൈറ്ററാ, ആർക്കും ഹെയ്റ്റ് കുറവുള്ള ഫൈറ്ററാ. ഹെയ്റ്റ് ചെയ്യാൻ പറ്റൂല, ഹെയ്റ്റ് ചെയ്യാനൊന്നും ഇല്ല അയാൾക്ക്. ഹെയ്റ്റ് ചെയ്യാൻ ഒരു കാരണം വേണ്ടേ, അതില്ലാത്ത ഒരാളാണ്. അപ്പൊ അറിയില്ല, വോൾക്ക് തോറ്റു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലോപ്പസ് ജയിച്ചാലും എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ലോപ്പസ് ജയിച്ചു കഴിഞ്ഞാലും ഈ വിലോവായിട്ട് തോക്കുമെന്നൊക്കെ എനിക്ക് തോന്നണം. നോക്കാം, കണ്ടറിയാം കോശി ഗൈസ്. അപ്പൊ ദൈവത്തോട് സബ്സ്ക്രൈബ് ചെയ്യട്ടാ. കുറച്ച് ഡ്രൈ സീസൺ ആണ് വന്നത്. സബ്സ്ക്രൈബേഴ്സ് വേണം ഞങ്ങക്ക്. ചൗ ചൗ.